Hello guys, welcome back to Star Live Tech. ഇന്നത്തെ വീഡിയോ ഒരു കൺസെപ്റ്റ് വീഡിയോ ആണ്. സാംസങ്ങിന്റെ ഗാലക്സി M40 എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണിന്റെ സക്സസറായ സാംസങ് ഗാലക്സി M41 എന്ന ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുന്ന സമയത്ത് 6.7 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കാൻ പോകുന്നത്. ഗാലക്സി M40 എന്ന ഡിവൈസിൽ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിലും ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗാലക്സി M40 ഒരു TFT ഡിസ്പ്ലേ ആയിരുന്നു വന്നിരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ മിക്കവാറും ഒരു IPS LCD ഡിസ്പ്ലേ അതല്ലെങ്കിൽ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രൈസ് റേഞ്ച് മുതൽക്ക് സാംസങ് ഫോണുകളിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അപ്പോൾ മിക്കവാറും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ചിലപ്പോൾ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. 1080x2340 പിക്സൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 409 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ മിക്കവാറും സാംസങ്ങിന്റെ Exynos 9609 എന്ന ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി ക്വാൾകോമിന്റെ ചിപ്സെറ്റ് ആണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത് എങ്കിൽ സ്നാപ്ഡ്രാഗൺ 712 ആയിരിക്കും മിക്കവാറും ഈ ഒരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. കാരണം ഗാലക്സി M40 എന്ന ഡിവൈസിൽ ഒരു സ്നാപ്ഡ്രാഗൺ 675 എന്ന ചിപ്സെറ്റ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡിങ് തന്നെ ആ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മാലി G7 MP3 ആണ് ഒരു ഡിവൈസിന്റെ GPU വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 4GB 6GB റാം വേരിയൻസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്റേണൽ സ്റ്റോറേജ് നമുക്ക് 64GB 128GB അവൈലബിൾ ആയിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇന്റേണൽ സ്റ്റോറേജ് നമുക്ക് 512GB വരെ SD കാർഡ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഗാലക്സി M40 പോലെ തന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. ക്യാമറ പാറ്റേൺ എന്ന് പറയുന്നത് മിക്കവാറും സാംസങ് ഗാലക്സി M40 പോലെ തന്നെ ഒരു വെർട്ടിക്കൽ ഡിസൈൻ ആയിരിക്കും വരാൻ പോകുന്നത്. അതല്ല ചിലപ്പോൾ ഇപ്പോൾ സാംസങ് ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെ ഒരു റെക്ടാങ്കുലർ ഡിസൈനും വരാനുള്ള സാധ്യതയുണ്ട്. ക്യാമറയെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 64 മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ ആയിരിക്കും ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ നമുക്കൊരു 12 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും അവൈലബിൾ ആയിരിക്കും. ഒപ്പം ഒരു 5 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു LED ഫ്ലാഷും നമുക്ക് റിയർ സൈഡിൽ തന്നെ കാണാം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ മിക്കവാറും ഒരു 24 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ആയിരിക്കും വരാൻ പോകുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേക്കകത്ത് തന്നെ പഞ്ച് ഹോൾ കട്ടിലായിരിക്കും വരുന്നത്. അടുത്തതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി സെക്ഷൻ. ഇപ്പൊ നമുക്ക് ലീക്കായി വന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6850 mAh ബാറ്ററി ആയിരിക്കും വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 7000 mAh ബാറ്ററിയാണ്. കാരണം സാംസങ്ങിന്റെ ഗാലക്സി S20 Ultra എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ലീക്കായി വന്ന സമയത്ത് ഏകദേശം 4855 mAh ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് ഏകദേശം 5000 mAh ബാറ്ററി ആയിരുന്നു ആ ഒരു സ്മാർട്ട് ഫോൺ വന്നിരുന്നത്. അപ്പോൾ മിക്കവാറും നമ്മുടെ ഗാലക്സി M41 എന്ന ഡിവൈസിൽ ഒരു 7000 mAh ബാറ്ററി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്മാർട്ട് ഫോണുകൾ വെച്ച് മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും സാംസങ്ങിന്റെ ഗാലക്സി M41. ടാബ്ലറ്റ്സിൽ മാത്രമാണ് നമുക്കിപ്പോൾ 7000 അതിന് മുകളിലുള്ള ബാറ്ററി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സ്മാർട്ട് ഫോണുകളിൽ വെച്ച് മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും സാംസങ്ങിന്റെ ഗാലക്സി M41. പിന്നെ മിക്കവാറും ഈ ഒരു സ്മാർട്ട് ഫോണിലും ഒരു 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാരണം എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള സ്മാർട്ട് ഫോണുകൾക്കും അതുപോലെ തന്നെ മിഡ് റേഞ്ച് സെഗ്മെന്റിലെ സ്മാർട്ട് ഫോണുകൾക്കും 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരുവിധം എല്ലാ സാംസങ് സ്മാർട്ട് ഫോണുകളിലും 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ മിക്കവാറും ആ ഒരു 15 വാട്ട്സ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ USB Type-C പോർട്ട് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ റിയർ സൈഡിലോ അതല്ലെങ്കിൽ സൈഡിലോ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. സാംസങ്ങിന്റെ മിക്കവാറും സ്മാർട്ട് ഫോണുകളിലൊക്കെ ഒരു റിയർ സൈഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ മിക്കവാറും ഒരു റിയർ സൈഡ് ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ 3.5mm ഓഡിയോ ജാക്കിന്റെ കാര്യം ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗാലക്സി M40 എന്ന ഡിവൈസിൽ ഈ ഒരു ഓഡിയോ ജാക്ക് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാനും വരാനുമുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഫ്രെയിമും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോഡിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ടിൽ മിക്കവാറും നമുക്ക് ഗോറില്ല ഗ്ലാസിന്റെ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് സാംസങ്ങിന്റെ ഇനി വരാൻ പോകുന്ന ഗാലക്സി M41 എന്ന ഡിവൈസിന്റെ ഒരു എസ്റ്റിമേറ്റഡ് സ്പെസിഫിക്കേഷൻസ്. ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഡിസ്പ്ലേയും പെർഫോമൻസും നമുക്ക് ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ചൊരു ക്യാമറ സെറ്റപ്പും ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്.
ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 23,000 രൂപയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.